പ്രിയമുള്ളവരെ, നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് NH-66 മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറത്തുള്ള ഒരു എക്സിറ്റാണ്. ഏതാണ്ട് ഇതേപോലെയുള്ളൊരു സ്ഥലമാണ് പൊന്നാനി പുതുപൊന്നാനി പാലം കഴിഞ്ഞ ഉടനെ വെളിയങ്കോട് പഴയ കടവ്. അവിടെ നാട്ടുകാർ ഒരു എക്സിറ്റ് ആവശ്യപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ ഇപ്പോൾ നിലവിൽ പഴയ കടവ്, താവളക്കുളം എന്നീ രണ്ട് പ്രധാനപ്പെട്ട ബസ് സ്റ്റോപ്പുകൾ ഇല്ലാതായിരിക്കുകയാണ്. ആളുകൾ 1 കിലോമീറ്ററിലധികം നടന്ന് SI പടി എന്ന സ്ഥലത്ത് നിലവിൽ എക്സിറ്റുള്ള അവിടെ പോയിട്ടാണ് ബസ് കയറുന്നത്. ഇവിടെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്രയും കാലം പഞ്ചായത്ത് ഭരിച്ചിരുന്ന വലതുപക്ഷമോ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷമോ ഈ പാർട്ടികളാരും ഈ വിഷയത്തിൽ ശക്തമായൊരു നിലപാടെടുത്തിട്ടില്ല. നാട്ടുകാർ അസംഘടിതരാണ്. അവർക്ക് വ്യക്തിപരമായിട്ട് പ്രതിഷേധമുണ്ട്. പക്ഷേ നാട്ടുകാരുടെ ഈ പ്രധാനപ്പെട്ട ആവശ്യത്തെ നാട് ഭരിക്കുന്ന ഈ രാഷ്ട്രീയ പാർട്ടികളൊന്നും കാര്യമായി എടുത്തിട്ടില്ല എന്നുള്ളതാണ് വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഗതി. വെളിയങ്കോട് താവളക്കുളം ഭാഗത്തെ മറ്റൊരു പ്രധാന വിഷയം എന്താണെന്ന് വെച്ചാൽ, ജില്ലാ കളക്ടർ ഈ സർവീസ് റോഡുകളെ 1 വേ ആയിട്ട് പ്രഖ്യാപിച്ചതായിട്ട് നമ്മളൊക്കെ വാർത്തയിൽ കണ്ടു. പക്ഷേ ഈ താവളക്കുളത്ത് നിന്ന് വലിയൊരു പ്രദേശത്തേക്ക് പോകേണ്ട, അവിടെ 2 പ്രധാന പ്രൊജക്റ്റുകളുള്ള ഒരു ഭാഗമുണ്ട്. പൂക്കിതക്കടവ് സംസ്ഥാന സർക്കാർ ഒരു പാലം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവിടേക്ക് പോകുന്നത് ഈ താവളക്കുളം വഴിയാണ്. പുറങ്ങുമായി ബന്ധിപ്പിക്കുന്ന വെളിയങ്കോട് ലോക്കം ബ്രിഡ്ജ് എന്ന് പറയുന്ന പഴയൊരു പ്രൊജക്റ്റ്, അതിൻ്റെ പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് ഇനി ബാക്കിയുള്ളത്. അവിടേക്കൊക്കെ പോകാൻ ഒരു വഴിയില്ല. 1 വേ തെറ്റിച്ചുകൊണ്ട് പോകണം ഇപ്പോഴത്തെ എക്സിറ്റ് അനുസരിച്ച് പോകാൻ. വലിയ വണ്ടികളൊക്കെ തിരിഞ്ഞു വരാൻ വലിയ പ്രയാസവുമാണ്. അപ്പോൾ ഇതൊന്നും പരിഗണിക്കാതെ തികച്ചും ഈ കമ്പനിയുടെ ഇഷ്ടത്തിന് എന്ന് പറയാവുന്ന രീതിയിൽ ഈ രാഷ്ട്രീയ പാർട്ടികളെയും ഉദ്യോഗസ്ഥന്മാരൊക്കെ നോക്കിക്കുത്തികളായിക്കൊണ്ടാണ് ഈ വർക്കുകളൊക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത്.